ഹലോ, ഗുഡ് മോർണിംഗ്. പോവല്ലേ? ഞാനും കൂടി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നേ ഇങ്ങോട്ട് എത്താൻ ഇച്ചിരി വൈകി, വേറെ ക്ലാസ്സിലായിരുന്നു. എപ്പോഴും നിങ്ങൾ ഇവിടെ അടുത്ത ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കണ കേട്ടെ. എന്താണ് പോവല്ലേ എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ചാപ്റ്റർ 2 അല്ലേ? അല്ലല്ലോ, ഓർഗനൈസേഷൻ ബിഹേവിയർ ഏത് ചാപ്റ്റർ ആണ്? യെസ്, 2 അല്ലേടാ? ഓക്കെ. ഒരു കുറച്ച് ഭാഗം കൂടി എനിക്ക് എടുക്കാനുള്ളൂ, അതങ്ങോട്ട് എടുത്തിട്ട് തീർത്തോളാം. യെസ്, അപ്പൊ നമ്മള് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് അപ്രോച്ചസ് ആണ് പറഞ്ഞത് അല്ലെ? ഏതൊക്കെ അപ്രോച്ച് ഉണ്ടെന്നാ പറയുക? ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, കണ്ടിൻജൻസി അപ്രോച്ച്, പ്രൊഡക്ടിവിറ്റി അപ്രോച്ച് ആൻഡ് സിസ്റ്റം അപ്രോച്ച്. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയറിന്റെ OBയുടെ പ്രധാനപ്പെട്ട അപ്രോച്ചസ് ആണ്. ആ നാലെണ്ണത്തിന്റെ പേര് പഠിച്ചു വെക്കുക. കൂടാതെ അണ്ടർലൈൻ ചെയ്ത ഭാഗവും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ മീൻസ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള എന്താ പറയാ, എല്ലാ എംപ്ലോയീസിന്റെയും എല്ലാ ഹ്യൂമൻ റിസോഴ്സുകളുടെയും ബിഹേവിയർ ആണ് അത് എന്ന് പറയുന്നത്. പല രീതിയിലും പല ആളുകളും അതിന്റെ സമീപന പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അപ്രോച്ചസ് നടത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ വലിയ വലിയ വേറെ കോഴ്സുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രിയിലൊക്കെ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഈ പറയുന്ന ടൈലറും അതുപോലെ തന്നെ എന്താ പറയാ ഹെൻറി ഫയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെയൊക്കെ അത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ആളെ കുറിച്ച് വെറുതെ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ അത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് ആണ്, അവിടുത്തെ മാൻ പവറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിരവധി പേര് അവരവരുടേതായ സ്റ്റൈലില് അതിന്റെ തുടക്കം കുറിച്ച ആള് മുതല് അതിന്റെ എന്താ പറയാ ലിമിറ്റേഷൻസ് ഒക്കെ കണ്ട് വീണ്ടും പുതിയ പുതിയ ഒരുപാട് മാറ്റങ്ങൾ ആ ക്രിറ്റിസിസത്തിൽ നിന്നൊക്കെ മാറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും വിമർശനങ്ങൾ ആ വിമർശനത്തിനെ ഒഴിവാക്കി പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അങ്ങനെ കുറെ അപ്രോച്ചസ് ഒക്കെ ആളുകൾ പഠിച്ചു. ആൻഡ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഒരു ഓർഗനൈസേഷന്റെ ഒരു സിസ്റ്റം, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് എപ്പോഴും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. അതായത് അതിന്റെ മാനേജ്മെന്റ്, അല്ലെങ്കിൽ അവിടുത്തെ ടാസ്കുകള്, അവിടുത്തെ പീപ്പിള്, അതായത് ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ഓൾസോ ദ ടെക്നോളജി, ഇനി അവിടുത്തെ പെർഫോമൻസുകള്, ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്, ഓൾ തിങ്സ് ആർ ഇന്റർ ഡിപ്പെൻഡന്റ്. അത് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല ഓർഗനൈസേഷൻ ബിഹേവിയർ. സോ ഓർഗനൈസേഷൻ തന്നെ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നതും എന്താ പറയാ ഇന്റർ ഡിപ്പെൻഡന്റ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മറ്റൊരു കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി അത് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് എല്ലാ ഓർഗനൈസേഷനും. സിൻസ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായികമായിട്ടുള്ള വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയ കാലഘട്ടം മുതല്, അതായത് ഇൻഡസ്ട്രിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താ പറയാ നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് ചേഞ്ചസ്. പണ്ട് ഏത് രീതിയിലുള്ള ഗ്രീൻ റെവല്യൂഷനൊക്കെ എന്താ പറഞ്ഞ നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ, സോഷ്യലൊക്കെ പഠിച്ചില്ലേ, ഗ്രീൻ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് അന്ന് ആളുകൾ കൂടുതലും നമ്മളുടെ എന്താ പറയാ മണ്ണിൽ പണിയെടുക്കുക,
ഒരുപാട് മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മോസ്റ്റ് ഓഫ് ദ പ്രൊഫഷൻ. അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ കൂടുതലും ഓക്യുപ്പേഷൻ വാസ് ഫാമിംഗ് അല്ലെ. കൂടുതലും ആളുകൾ ഫാമിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഫാമിംഗ് എന്ന് പറയുമ്പോൾ നിലത്ത് എന്താ പറയാ നെല്ല്, ഗോതമ്പ് ഇത് നടുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്പൈസസ് ഒക്കെ നട്ടു വളർത്തുന്നത് മാത്രമല്ല, അല്ലാതെയും കുറെ എന്താ പറയാ ഫാമിങ്ങുകൾ, ഇപ്പൊ പോൾട്രി ഫാമിങ്, അതുപോലെ തന്നെ എന്താ പറയാ ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ സീ കൾച്ചർ ഒക്കെ ഒരുപാട് ഇത്തരം പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തുന്ന ആ ഒരു രീതിയിലായിരുന്നു ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അവരുടെ ഓക്യുപ്പേഷൻസ് കാറ്റിൽ റയറിങ് ഇതൊക്കെയായിരുന്നു. എങ്കിൽ എന്ന് കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആളുകള് ഇത് മാത്രമല്ല, നമുക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റ് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താ പറയാ പല റെഡിമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം, ഫാക്ടറീസ് വേണം, അതല്ലെങ്കിൽ വലിയ വലിയ പ്രൊഡക്ഷൻസ് നടത്തണം അല്ലെ എന്ന് മനസ്സിലാക്കി ആളുകൾ അങ്ങനെ ഒരു ഇതിലേക്ക് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യവസായം എന്ന് പറയുന്നതിലേക്ക് ആളുകൾ പതുക്കെ ഓക്യുപ്പേഷൻ പതുക്കെ മാറാൻ തുടങ്ങി. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, മണ്ണിക്കിടത്ത് പണിയണം അല്ലെ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ ഒരുപാട് പേര് പിന്നീട് ഇൻഡസ്ട്രി എന്ന് പറയുന്നതിലേക്ക് വന്നപ്പോൾ അങ്ങനത്തെ ജോബ് കിട്ടാനൊക്കെയാണ് ആളുകൾ കൂടുതലും ജോലിക്കാരും അല്ലെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവര് ഒരുപാട് പേര് എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനത്തെ ജോലി ചെയ്താൽ മതി. കാരണം എന്താ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജോലി ചെയ്താലും എന്താ പറയാ ഒരുപാട് അധ്വാനം, ഹാർഡ് വർക്ക് വളരെ കൂടുതലാണ്, പക്ഷെ കിട്ടുന്നതോ വളരെ ചെറിയ ഇൻകം അല്ലെ. ഇത് ആളുകളെ ടു ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ആളുകളുടെ ചിന്തകളും മറ്റൊക്കെ മാറി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിലേക്ക് വന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങിയ ആ സമയം മുതൽ മാനേജേഴ്സ്, അതായത് ഓരോ ഓർഗനൈസേഷനിലെയും മാനേജ്മെന്റ് അറ്റ് ഡിഫറെന്റ് ടൈംസ് ഡിഫറെന്റ് ബേസിൽ എന്താ പറയാ എങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ബിഹേവിയർ വരുന്നത് എന്നുള്ളതിന്റെ കുറെ മോഡൽസ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. ഓർക്കോബിയുടെ കുറെ മോഡൽസ് ഉണ്ടാക്കി. പ്രധാനമായിട്ടും ഒരു 5 types ഓഫ് മോഡൽസ് ഫോർ ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് ഇവര് അതിനുവേണ്ടി ഉണ്ടാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിളിന് വേണ്ടിയിട്ട്. ഈ ടേബിളില് അവര് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് എന്താ പറയാ കൃത്യമായിട്ട് നോട്ടിക്ക് വെക്കാം. അത് ഏതിലാണ് വരിക, ഏത് മോഡലിലാണ് ഇന്നത് വരുന്നത് എന്നുള്ളതൊക്കെ. അത് ആ ടേബിൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അത് മാത്രമേ നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. ആ ടേബിൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. സോ 5 മോഡൽസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ അങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു. സോ വിച്ച് ആർ ദ 5 മോഡൽസ്? 5 മോഡൽസ് ആണ് ഈ ഒരു ടേബിളിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓട്ടോക്രാറ്റിക് മോഡൽ, കസ്റ്റോഡിയൽ മോഡൽ, സപ്പോർട്ടീവ് മോഡൽ, കൊളേജിയൽ മോഡൽ ആൻഡ് സിസ്റ്റം മോഡൽ. അങ്ങനെ 5 മോഡൽസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. 5 മോഡൽസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എനി ഡൗട്ട്സ് നിങ്ങൾ പറയണം ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ്, കൊളേജിയൽ ആൻഡ് സിസ്റ്റം മോഡൽ. ക്ലിയർ ആയോ? മനസ്സിലായി? ആദ്യം തന്നെ അങ്ങനെ പഠിക്കുകയും ടേബിൾ എന്താണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ അതെങ്ങനെ എങ്ങനെയാണ് ടേബിൾ എവിടെ നിന്ന് വായിച്ചു തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, യെസ്. അപ്പൊ ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ്, കൊളേജിയൽ, സിസ്റ്റം, ഈ രീതിയിൽ 5 മോഡൽസ് ആണ് പണ്ട് കാലം മുതൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വ്യാവസായിക വിപ്ലവത്തിന് ആരംഭം കുറിച്ച സമയം മുതൽ ഓരോ ഓർഗനൈസേഷന്റെയും മാനേജേഴ്സ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്ന കുറെ മോഡൽസ് ആണ്. 5 മോഡലാണ് പ്രധാനമായിട്ടും ഓർഗിയിലുള്ളത്. ഓർഗനൈസേഷൻ മോഡൽസ്, ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ. ഇനി ഇത് 5ലും എന്തൊക്കെ ഓരോന്നിന്റെയും അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളുണ്ട്. ഓരോന്നിലും നോക്കാം. പവർ ബേസിക്സ് ഓഫ് മോഡൽ. ആദ്യം മോഡലിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അതില് ഓട്ടോക്രാറ്റിക് മോഡലിന്റെ ബേസിസ് എന്ന് പറയുന്നത് അവിടെ അധികാരമാണ്, പവറാണ്. മനസ്സിലായല്ലോ? ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞ വാക്കിന്റെ എന്താ? സ്വേച്ഛാധിപത്യം അല്ലെ? അങ്ങനെയാണ് അല്ലെ ഓട്ടോക്രാറ്റിക്കിന്റെ മീനിങ്? മലയാളം പറയിച്ച് പാടാ, അതിലും വേർഡ് ഇംഗ്ലീഷിൽ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതാണ് അധികാരമാണ്. എന്ന് വെച്ചാൽ എന്താ അവിടെ അത് മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഒരു അധികാരം മുഴുവൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അവിടെ അതാണ് സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത്. എല്ലാത്തിനെ അധിപൻ എന്നുള്ള ഒരു രീതി, അതാണ് ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ. അത് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ഒന്നാമത്തെ മോഡൽ. ഓട്ടോക്രാറ്റിക് മോഡലില് അതിന്റെ ബേസിക് ഓഫ് മോഡൽ എന്ന് പറയുന്നത് പവറാണ്, അധികാരം തന്നെയാണ്. കസ്റ്റോഡിയലില് അവിടെ ഇക്കണോമിക്കൽ റിസോഴ്സസ് ആണ് കസ്റ്റോഡിയൽ. ആ ഇക്കോണമിയിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടുത്തെ മോഡൽ. ഏതില്? കസ്റ്റോഡിയൽ. കസ്റ്റോഡിയൽ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കസ്റ്റഡിയിലുള്ളത് എന്നർത്ഥം. കസ്റ്റഡി എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ കയ്യിലുള്ളത് എന്നർത്ഥം. അത്രേ ഉള്ളൂ.
അങ്ങനെ ഓർത്താൽ മതി, പഠിച്ചാൽ മതി. ഇനി സപ്പോർട്ടീവിലോ, സപ്പോർട്ടീവ് എന്ന് പറയുന്ന മോഡലില് അവിടെ ബേസിസ് ഓഫ് മോഡൽ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ആണ്, സപ്പോർട്ടീവ് ആണ്. ദാറ്റ് മീൻസ് സപ്പോർട്ട് ഫ്രം ദ പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്, അതാണ്. അതായത് സോറി, സപ്പോർട്ടീവിലല്ല, കൊളേജിയല്ല, അതിന് മുമ്പ് എന്താ പറയാ, സപ്പോർട്ടീവില് ലീഡർഷിപ്പ് ആണ്. സപ്പോർട്ടീവില് എന്ന് വെച്ചാൽ മാനേജ്മെന്റിന്റെ ലീഡർഷിപ്പില് നമ്മൾ എംപ്ലോയീസിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് വരുമ്പോ ആ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട്, മാനേജ്മെന്റിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏത് രീതിയിലും പ്രവർത്തിക്കാം, ജോലി ചെയ്യാം എംപ്ലോയീസിന്. ആ ഒരു കാര്യമാണ്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് സപ്പോർട്ടീവ് മോഡലില് ഏത് ബേസിക് ഓഫ് മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് കൊളേജിയലാണ്. കൊളേജിയൽ എന്ന് പറയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആണ്. അവിടെ മാനേജ്മെന്റും നമ്മളുടെ എംപ്ലോയീസ് തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ട്, പാർട്ട്ണർഷിപ്പ് മീൻസ് ഒരുമിച്ച് എല്ലാ കാര്യവും പരസ്പരം അങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ആ ഒരു മോഡലിൽ. സിസ്റ്റം മോഡലില് ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രസ്റ്റ്, വിശ്വാസം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആയിട്ട് പിന്നെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു മോഡല് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഓരോന്നിന്റെയും മോഡലുകള്, ഇപ്പൊ ഓട്ടോക്രാറ്റിക്കലില് ബേസിക്സ് ഓഫ് മോഡൽ എന്താണ്, അല്ലെങ്കിൽ കസ്റ്റോഡിയലിലെ ബേസിസ് ഓഫ് മോഡൽ എന്താണ്, സപ്പോർട്ടീവിലെ ബേസിസ് ഓഫ് മോഡൽ എന്താണ്, അങ്ങനെയാണ് നമ്മൾ പഠിക്കണ്ടേ. മനസ്സിലായോ? 5 മോഡൽസ് ഉണ്ടെന്നും ഓരോ മോഡൽസിലും ബേസിസ് ഓഫ് മോഡലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓട്ടോക്രാറ്റിക്കില് പവർ ആണ്, കസ്റ്റോഡിയലില് ഇക്കണോമിക് റിസോഴ്സസ് ആണ്, സപ്പോർട്ടീവില് ലീഡർഷിപ്പ് ആണ്, ആൻഡ് കൊളേജിയലില് പാർട്ണർഷിപ്പ് ആണ്, സിസ്റ്റത്തില് ഏതൊക്കെയാണ് ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി, അണ്ടർസ്റ്റാൻഡിംഗ്, 3 കാര്യങ്ങളാണ് അതിന്റെ ബേസിസ് ഓഫ് മോഡൽ. ആ മോഡലിന്റെ ബേസ് എന്ന് പറയുന്നത് അതാണ്. ക്ലിയർ ആയോ? ആദ്യത്തെ 5 ബേസിസ് ഓഫ് മോഡലില് ഈ 5 പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അത്രയും പഠിച്ചാൽ നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ വീണ്ടും പറയാണ്. ഇതൊക്കെ വളരെ വിശാലമായിട്ടൊക്കെ നമ്മൾ എന്താ പറയാ, ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ചൊക്കെ, ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇത് തന്നെയുണ്ട് പഠിക്കാനായിട്ട്. ഒരുപാട് എന്താ പറയുക, ഈ ഫേംസിനെ കുറിച്ചിട്ടും ഇൻഡസ്ട്രീസിനെ കുറിച്ചൊക്കെ റിസർച്ചുകളൊക്കെ നടത്തി, പഠനങ്ങളൊക്കെ നടത്തിയ കണ്ടെത്തലുകളൊക്കെ ഇങ്ങനെ മോഡൽസ് ആയിട്ട് അവർ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, ഒരു കോൺട്രാക്ടഡ് ഫോം ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ചുരുക്കി കൊടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് മാനേജീരിയൽ ഓറിയന്റേഷൻ ആണ്. ഇത് മാനേജ്മെന്റുമായിട്ടുള്ള അറേഞ്ച്മെന്റ്. അത് ഓട്ടോക്രാറ്റിക്കില് അധികാരം, അതോറിറ്റിയാണ്. ഓട്ടോക്രാറ്റിക്കില് അധികാരമുണ്ട്, അതാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റോഡിയലില് അവരുടെ കസ്റ്റഡിയിലുള്ളത് റിസോഴ്സസ് എന്ന് പറയുന്നത് പണ രൂപത്തിലുള്ളത് കൊണ്ട് മറ്റു മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും ഒക്കെയാണ്. അപ്പൊ ഇവിടെ മണി. സപ്പോർട്ടീവില് സപ്പോർട്ട് തന്നെയാണ്. ആർക്കുള്ള സപ്പോർട്ട്? എംപ്ലോയീസിനുള്ള സപ്പോർട്ടാണ്. കൊളേജിയലില് ടീം വർക്ക് ആണ്. അവിടെ മാനേജ്മെന്റ് എംപ്ലോയീസിനൊന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാം കൂടി ടീമായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ ആ സിസ്റ്റത്തില് കെയറിങ് ആൻഡ് കമ്പാഷൻ ആണ്. അവിടെ പരസ്പരം കെയറിങ്ങും അതുപോലെ തന്നെ പരസ്പരം എന്താ പറയാ, വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളും കമ്പാഷനും ഒക്കെയാണ്. ഓക്കെ, അതാണ് മാനേജീരിയൽ ഓറിയന്റേഷൻ. ഈ പറയുന്ന 5 മോഡൽസിലും 5 മോഡൽസിൽ വ്യത്യാസമുണ്ട്. മാനേജീരിയൽ ഓറിയന്റേഷൻ ഓട്ടോക്രാറ്റിക്കിനകത്ത് അതോറിറ്റി ആണ്, കസ്റ്റോഡിയലില് മണിയാണ്, സപ്പോർട്ടീവില് സപ്പോർട്ടാണ്, കൊളേജിയലില് ടീം വർക്ക് ആണ്, ആൻഡ് സിസ്റ്റത്തില് കെയറിങ് ആൻഡ് കമ്പാഷൻ. ക്ലിയർ ആയോ? കോളംസ് മാറിപ്പോകരുത്. ഓരോ കോളത്തിലും വന്നിരിക്കുന്നത് അതാതിന്റെ നേരെയുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? രണ്ടാമത്തെ മാനേജീരിയൽ ഓറിയന്റേഷൻ. യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ എംപ്ലോയി ഓറിയന്റേഷൻ. മാനേജീരിയൽ ഓറിയന്റേഷൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി അവിടെ എംപ്ലോയിയുടെ അറേഞ്ച്മെന്റ് ആണ്. അവിടെ എംപ്ലോയീസ് എങ്ങനെയാണ്? ഓട്ടോക്രാറ്റിക്കില് അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ ഓർഡർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യണം? എംപ്ലോയീസ് എന്ത് ചെയ്യണം? അനുസരിക്കണം, ഒബീഡിയൻസ് ആണ്. ഓക്കെ, അപ്പൊ എംപ്ലോയി ഓറിയന്റേഷൻ അവിടെ അനുസരണയുള്ളവരെ പോലെ ഇങ്ങനെ നിൽക്കും, അടിയാളന്മാരായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന പോലെ. ഓക്കെ, അനുസരണം, അതാണ് ഒബീഡിയൻസില്. ഓക്കെ, സൗണ്ട് വല്ലതും കേൾക്കണ്ടോ നിങ്ങള്? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ട്. അതെ, തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട്. സ്കൂളിൽ ഓണം സെലിബ്രേഷൻ എന്നല്ല അവിടുത്തെ. അവിടെ ഈ ഒരു എന്താ പറയാ, ചുവരിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് കേൾക്കണ്ടോ? പക്ഷെ പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് അതൊന്ന് എടുത്ത് തീർക്കാന്ന് വിചാരിച്ചു. കേൾക്കണ്ടല്ലോ അല്ലെ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. എംപ്ലോയി ഓറിയന്റേഷനിൽ ഒബീഡിയൻസ് ആണ്, ഓട്ടോക്രാറ്റിക്കിൽ അനുസരണമാണ്. ഇനി കസ്റ്റോഡിയനിൽ എങ്ങനെയാണ്? സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ് ആണ്.
കസ്റ്റോഡിയൻ അവരുടെ അടുത്ത്, അതായത് കസ്റ്റോഡിയലിനകത്ത് അവിടെയുള്ള എംപ്ലോയീസിനെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യാം, സെക്യൂർ ചെയ്യാം, അവർക്ക് വേണ്ട ബെനിഫിറ്റുകൾ കൊടുക്കാം. എംപ്ലോയീസിന് സെക്യൂരിറ്റിയും ബെനിഫിറ്റും ഉറപ്പാക്കുന്നതാണ് കസ്റ്റോഡിയൽ എന്ന് പറയുന്ന മോഡൽ. മനസ്സിലായോ? ഇവിടെ ഒരു എംപ്ലോയി ഇവിടെ കസ്റ്റോഡിയൽ മോഡൽ ആണെങ്കിൽ നമുക്ക് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി തരുന്നുണ്ട്, നമ്മൾക്ക് ആവശ്യമായ ബെനിഫിറ്റുകൾ. ഓക്കെ. പിന്നെ സപ്പോർട്ടീവിനകത്ത് ജോബ് ആൻഡ് പെർഫോമൻസിനാണ്. എംപ്ലോയി ഓറിയന്റേഷനെ സംബന്ധിക്കുന്നത് എംപ്ലോയീസിന്റെ ജോബ്, അവരുടെ പെർഫോമൻസ്, ഇതാണ് കൂടുതൽ പ്രാധാന്യം. അടുത്തത് കൊളേജിയൽ റെസ്പോൺസിബിൾ ബിഹേവിയർ ആണ്. ഉത്തരവാദിത്തത്തോടെയുള്ള പെരുമാറ്റമാണ്. ഏത് രീതിയും എന്ത് കാര്യവും ഇത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഓരോ എംപ്ലോയീസും പെരുമാറുന്നതുമായി ബന്ധപ്പെട്ടാണ് കൊളേജിയലിനകത്ത് എംപ്ലോയി ഓറിയന്റേഷൻ വരുന്നത്. അടുത്തതില് സിസ്റ്റത്തില് സൈക്കോളജിക്കൽ ഓണർഷിപ്പ് ആണ്. സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്വന്തം എന്ന ഈ ഓർഗനൈസേഷൻ എന്റേത് കൂടിയാണ്, എന്റെ ഓണർഷിപ്പ് കൂടിയാണ് എന്നുള്ള ആ ഒരു ബോധ്യം, അതാണ് സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് എംപ്ലോയി ഓറിയന്റേഷൻ. അപ്പൊ എംപ്ലോയിയുടെ മനസ്സിൽ തോന്നുകയാണ് ഐ എം എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ആൻഡ് ഓൾസോ ഐ ഹാവ് ആൻ ഓണർഷിപ്പ് ഇൻ ദിസ് ഓർഗനൈസേഷൻ. ഞാനും എന്റെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ എന്റേത് കൂടിയാണ് എന്ന ഓർഗനൈസേഷനെ തോന്നുക. അതാണ്. ക്ലിയർ ആയോ എംപ്ലോയി ഓറിയന്റേഷൻ? യെസ്. നെക്സ്റ്റ് വൺ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് ആണ്. ഇനി എംപ്ലോയിയുടെ മാനസികമായിട്ടുള്ള ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഔട്ട്കം റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയേ. ഓട്ടോക്രാറ്റിക്കില് ആരെ ബേസ് ചെയ്തിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദ ബോസ്. ബോസ് പറയുന്ന കാര്യം അതുപടി അനുസരിക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാത്തിനും ആരെ ആശ്രയിക്കണം? ബോസിനെ തന്നെ ആശ്രയിച്ച് ഒരു കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഓട്ടോക്രാറ്റിക്കില്. ഇനി കസ്റ്റോഡിയല്ലോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഗനൈസേഷൻ. അത് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മള് എന്താ പറയാ, ഓട്ടോക്രാറ്റിക്കൽ ചെയ്യുന്ന പോലെ എപ്പോഴും എല്ലാത്തിനും ബോസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റോഡിയലിന് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എംപ്ലോയിയുടെ ആ സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള ആ ഒരു റിസൾട്ട്. നല്ല രീതിയിലുള്ള മാനസികമായിട്ടുള്ള രീതിയാണോ, എന്റെ മാനസിക സന്തോഷം, മാനസിക കംഫർട്ട്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അത് കസ്റ്റോഡിയലില് ഓർഗനൈസേഷനെ ഡിപ്പെൻഡ് ചെയ്താണ്. അതേസമയം സപ്പോർട്ടീവില് പാർട്ട്ണർഷിപ്പ് ആണ്. എല്ലാവരും കൂടി ഒരുമിച്ചല്ലേ. അപ്പൊ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റും മറ്റ് എംപ്ലോയീസും എല്ലാം കൂടി ഒരുമിച്ചാണ്. ഇനി കൊളേജിയല് സെൽഫ് ഡിസിപ്ലിൻ ആണ്. എന്താ? എനിക്ക് എന്റേതായിട്ടുള്ള അച്ചടക്കം അല്ലെ, ഡിസിപ്ലിൻ. അപ്പൊ സെൽഫായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുന്നു, ഞാൻ എന്റെ ഓർഗനൈസേഷനിൽ ഹൗ ടു ബിഹേവ്, എന്റെ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ച് ചെയ്യും. സെൽഫ് മോട്ടിവേഷൻ ആണ് ട്രസ്റ്റിൽ വരാം. അതായത് അവിടെ മറ്റുള്ളവരൊന്നും മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിലും ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. എന്റെ ഓർഗനൈസേഷൻ എന്ന ഒരു ചിന്തയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ തന്നെ എന്റെ പരമാവധി 100% റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് അതനുസരിച്ച് പെർഫോമൻസ് കാഴ്ചവെക്കണം. അതാണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ മാനസികമായിട്ടുള്ള ഓരോരുത്തരുടെയും അവസ്ഥ ഓരോ മോഡൽസിലും വ്യത്യാസമാണ്. മറ്റേ ആദ്യത്തേലും ഓട്ടോക്രാറ്റിക്കല് അത് ബോസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുള്ളൂ. ബോസ് നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ നല്ലതായിരിക്കും, സന്തോഷവും ഇതൊക്കെ ഉണ്ടാവും, സംതൃപ്തി ഒക്കെ ഉണ്ടാവും. അതേസമയം അവര് ഏത് രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ മെന്റൽ ആ ഒരു സ്ട്രെസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് എന്താ? എംപ്ലോയി നീഡ്സ് മെറ്റ്. ഇനി നമ്മുടെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നിറവേറ്റുന്നത്? ഒന്ന് സബ്സിസ്റ്റൻസ് ആണ്. അത് എപ്പോഴും ഒരു രീതിയിൽ തന്നെ മീൻസ് എംപ്ലോയീസിന്റെ ആവശ്യമല്ല, അവിടെ അധികാരവർഗം അല്ലെങ്കിൽ മാനേജ്മെന്റ് അധികാരം ഉപയോഗിച്ച് എല്ലാം ചെയ്യിപ്പിക്കുന്നു എംപ്ലോയീസിനെ കൊണ്ട്, അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതേസമയം നമ്മളുടെ രണ്ടാമത്തേല് അതായത് നമ്മുടെ കസ്റ്റോഡിയലില് അവിടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. എംപ്ലോയീസിന്റെ സുരക്ഷിതത്വം അത് എംപ്ലോയീസിന് കിട്ടേണ്ടതാണ് ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അത് ഓട്ടോക്രാറ്റിക്കലി കിട്ടുന്നില്ല എങ്കിലും കസ്റ്റഡിയിൽ അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടീവിലാണെങ്കിലോ നമുക്ക് സെക്യൂരിറ്റി ഒന്നുമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് റെക്കഗ്നീഷൻ, നമ്മുടെ നിലയും നിലവാരവും അല്ലെ, നമുക്കൊരു നിലയും നിലവാരവും തരുന്നതാണ് സപ്പോർട്ടീവ്. കാരണം അവിടെ മാനേജ്മെന്റിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. സ്വയം പര്യാപ്തത അല്ലെങ്കിൽ പറയുമല്ലോ നമ്മള് സ്വയം പര്യാപ്തത. നമ്മൾ സ്വന്തമായിട്ട് നമ്മളുടെ കാര്യങ്ങള് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു, നമ്മളുടെ ഉത്തരവാദിത്തത്തോടെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു അല്ലെ. മറ്റു ടീമിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് മറ്റു കോവർക്കേഴ്സിന്റെ കൂടെ നിന്ന് നമ്മളുടേതായ ഒരു സ്വയം പര്യാപ്തത. പിന്നെ അടുത്തത് സിസ്റ്റത്തിലാണെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾ അവിടെ നിറവേറ്റാനുണ്ട്. ഒരു വൈഡ് റേഞ്ച് ഓഫ് നീഡ്സ് ആർ മെറ്റ്. ഒരുപാട് ആവശ്യങ്ങളെ നമുക്ക് നിറവേറ്റാൻ പറ്റുന്ന സൗകര്യം സിസ്റ്റം എന്ന് പറയുന്ന മോഡലിലുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ പെർഫോമൻസ് റിസൾട്ട് ആണ്. പെർഫോമൻസ് റിസൾട്ട്
ഇനി ഈ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിലുള്ള പെർഫോമൻസ് റിസൾട്ട് എന്തായിരിക്കും? ഒബിയസ്ലി മിനിമം ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, ഓർഡർ ചെയ്യാണ്, ബോസ് അവിടെ ഇരുന്നത് എല്ലാം കൽപ്പിക്കുകയാണ് അല്ലെ. അവിടെ ഈ എംപ്ലോയീസിന്റെ മാനസിക സംഘർഷത്തിനോ മാനസിക ദുഃഖത്തിനോ മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്കോ ഒന്നും അവിടെ യാതൊരു വിലയുമില്ല, ഒരു വിലയും കൽപ്പിക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട പെർഫോമൻസ് അളവ് കുറയും. ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? നമ്മളെപ്പോഴും അവര് വലിയവരും നമ്മളെ താഴ്ന്ന് ജോലിക്കാരനുമായിട്ട് തന്നെ അല്ലെ, ഒരു പണിയെടുപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും കൺസിഡർ ചെയ്താൽ പറ്റില്ല. അതൊക്കെ ഒരു കുറെ പഴയ മോഡലിലൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ്. അന്ന് മുതൽ അതാണ് പറഞ്ഞത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത ആ കാലഘട്ടം മുതൽ ഓരോ മാനേജേഴ്സും ഡിഫറെന്റ് വേസ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ മോഡൽസ് ഉണ്ടാക്കി, അവിടെ തുടങ്ങിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പെർഫോമൻസ് റിസൾട്ട് ഓട്ടോക്രാറ്റിക്കലി വളരെ കുറവായിരിക്കും. ഇനി കസ്റ്റോഡിയലിലോ പാസീവ് കോർപ്പറേഷൻ. പാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? തളർന്ന മട്ടിലുള്ള സഹകാരം, മനസ്സിലായോ? വളരെ ആക്റ്റീവ് ഒന്നുമല്ല, വളരെ പാസീവായിട്ട്, അതാണ്. അടുത്തതിലോ വേക്കന്റ് ഡ്രൈവ്സ് ആണ് സപ്പോർട്ടിങ്ങില്. എന്ന് വെച്ചാൽ വളരെ ഉണർവോട് കൂടിയുള്ള ഓരോ പ്രവർത്തനങ്ങളുമായിരിക്കും അവിടെ എംപ്ലോയീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. വളരെ എനർജറ്റിക് ആയിരിക്കും. മറ്റേ കൊളേജിയലില് മോഡറേറ്റ് ഇൻതൂസിയാസം മീൻസ് ഹാപ്പിനെസ് ആണ് കേട്ടോ. മോഡറേറ്റ് എന്ന് പറഞ്ഞ ഒരു ആവറേജ് ലെവലിലുള്ള ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ. സിസ്റ്റത്തിലാണെങ്കിൽ പാഷൻ, കമ്മിറ്റ്മെന്റ്, ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റ്മെന്റുകള്, പിന്നെ അതിനോടുള്ള പാഷൻ, അതായത് പാഷനായിട്ട് ജോലി ചെയ്യുന്നു അല്ലെ, വളരെ കമ്മിറ്റ്മെന്റോട് കൂടി ജോലി ചെയ്യുന്നു, ഓർഗനൈസേഷന്റെ ഗോൾസിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്ന മോഡലിനുള്ളത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, അതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് ഈ ഓരോ മോഡൽസും 5 മോഡൽ പറഞ്ഞല്ലോ, ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ്, കൊളേജിയൽ ആൻഡ് സിസ്റ്റം. ഈ 5 മോഡൽസിനും ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോക്രാറ്റിക് മോഡൽ ഓഫ് ഓർഗനൈസേഷന് ഒരു എക്സാമ്പിൾ ആണ് ഡിഫൻസ് ടീം. ഡിഫൻസ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ടീമുകളിലെ അതാണ്. കസ്റ്റോഡിയലിന് ഉദാഹരണമാണ് ഗാർമെന്റ്സ് ഫാക്ടറി. തുണിയും ഡ്രസ്സും മെറ്റീരിയൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറീസ്, ഗാർമെന്റ്സ് ഫാക്ടറി. ഇനി സപ്പോർട്ടീവിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഫേമുകളൊക്കെ, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഫേമുകൾ. ദെൻ കൊളേജിയൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് സോഷ്യൽ ഓർഗനൈസേഷൻ, സാമൂഹികപരമായിട്ടുള്ള സംരംഭങ്ങൾ, സാമൂഹ്യ സംരംഭങ്ങളാണ് കേട്ടോ. സിസ്റ്റത്തിന് സം കോപ്പറേറ്റീവ് ഫേംസ് ആണ്, എന്താ പറയാ, ചില കോപ്പറേറ്റീവ് ആയിട്ടുള്ള ചില ഫേംസ് ആണ്. അപ്പൊ സഹകരണ സംഘങ്ങൾ, ഫേംസ് അതുപോലെ അങ്ങനത്തെ സഹകരണ ഫേംസ് ആണ് ഏതിന്, സിസ്റ്റം എന്ന് പറയുന്ന ഒരു മോഡലില് എക്സാമ്പിൾ. അപ്പൊ അങ്ങനെയും ചോദിക്കാം, നിങ്ങളോട് ചോദ്യം, സിസ്റ്റമിന് എന്ന് പറയുന്നതിനും ആ മോഡലിന് എക്സാമ്പിൾ ഏതാണ്? ഓർഗനൈസേഷണൽ മോഡൽ ബിഹേവിയറിന്റെ മോഡൽസില് സിസ്റ്റം ബിഹേവിയറിലുള്ള ഒരു എക്സാമ്പിള്, അല്ലെങ്കിൽ കൊളേജിയൽ മോഡലിലുള്ള എക്സാമ്പിള്, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് മോഡലിലുള്ള ഒരു എക്സാമ്പിള് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ പെട്ടി ഒന്ന് ഈ ഒരു ഭാഗത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കി അതിന്റെ ഒരു അർത്ഥം പോലെ ഇങ്ങനെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ നമ്മളുടെ വേ ഓഫ് രീതി, എങ്ങനെ പഠിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ രീതിയിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിലാ ഫസ്റ്റ് വൺ, ആ 5 മോഡൽസിന്റെ പേരും പിന്നെ അതിനകത്തുള്ള ഫസ്റ്റ് മോഡലിന്റെ ഓരോ ബേസിസും എക്സാമ്പിൾസും തീർച്ചയായിട്ടും പഠിച്ചു കേട്ടോ. അതിനുള്ളിലുള്ളതിനേക്കാൾ കുറച്ച് ഇമ്പോർട്ടന്റ് അതാണ് 5 മോഡൽസിന്റെ പേര്. അത് ഓരോന്നിന്റെയും ബേസ് ഏതാണ്? ഓട്ടോക്രാറ്റിക്കിന്റെ മോഡലിനുള്ള പവർ, കസ്റ്റോഡിയന്റെ ഇക്കണോമിക്കൽ റിസോഴ്സസ്, സപ്പോർട്ടീവിന്റെ ലീഡർഷിപ്പ്, കൊളേജിയന്റെ പാർട്ണർഷിപ്പ്, സിസ്റ്റത്തിന്റെ ട്രസ്റ്റ്, കമ്മ്യൂണിറ്റി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അതിന്റെ എക്സാമ്പിൾസും. ക്ലിയർ ആയോ? അത് വളരെ നന്നായി പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ തരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ പഠിക്കാനായിട്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് നന്നായി പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത്. ഇനി കുറച്ചുകൂടി ഭാഗം അവരുടെ ടീച്ചറിന്റെ കുറച്ചുകൂടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. എടുക്കാനില്ലേ? ഉണ്ടോ? ഇനിയുണ്ടോ? തീർന്നോ? അല്ലെങ്കിൽ ഇന്ന് തീർന്നോ? തീർന്നോന്നാണ് രണ്ട് രീതിയിൽ. അതല്ല, ഈ ചെറിയ അതിന്റെ ടീച്ചർ എടുത്തോണ്ടിരുന്ന ഭാഗത്തു നിന്നാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് പേര് വരുന്നത്. അപ്പൊ ടീച്ചറിന്റെ ഭാഗത്തുണ്ടായിരുന്ന തീർന്നു അല്ലെ? ഓക്കെ, അപ്പൊ തീരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സിൽ കയറുമ്പോ. അപ്പൊ ഇനി മില്ലു ടീച്ചറുടെ ഇച്ചിരി ഭാഗമുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് മൺഡേയും ട്യൂസ്ഡേയും കൂടി 2 ദിവസം കൂടി കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. പിന്നെ മാത്രമല്ല, ഇതിന്റെ ഇടയിൽ നമുക്ക് ഓണം കൂടൊക്കെ വരുന്നുണ്ട്. ഓണത്തിന് വേണ്ടിയിട്ടും അതും ചെയ്യാനുണ്ട്. അപ്പൊ അതിന് കുറച്ചൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ച് നല്ല രീതിയിലുള്ള റിസൾട്ട് വാങ്ങിക്കണം കേട്ടോ. നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമ്മളുടെ ഇത് വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ. ഇതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റില്ലേ? വരുമോ? വരും. 1-2 പേരൊക്കെ നമ്മള് എവിടെ ഉണ്ടോ അവര് 1-2 പേരൊക്കെ നമ്മള് ഇടയ്ക്ക് വെച്ച് കാണാനിടയായി. അതെ, സിമ്മിയാണ് കണ്ടിരുന്നത്. ഒരാള് സിമ്മിയാണ്, പിന്നെ ഒരാള് നിമ്മിയും കണ്ടു അല്ലെ? യെസ്, 2 പേര് എന്നെ കണ്ടു. പക്ഷെ സിമ്മിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അഞ്ജലിനെ കണ്ടോ? അപ്പൊ ആരൊക്കെയാണ് കണ്ടത്? എന്നെ കണ്ടിട്ട് സംസാരിക്കാനായിട്ട് ഇങ്ങനെ വന്നു. അപ്പോഴേക്കും മറ്റേ സിഗ്നൽ ഓണായി പോയി. സിഗ്നലിൽ ഇങ്ങനെ വരികയായിരുന്നു. എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ നമ്മള് അവിടെ വെച്ചിട്ട്. അതുകൊണ്ടാണ്. സോറി. ഞാനപ്പോ ഇവിടെ വന്നിട്ട് എല്ലാ കുട്ടികളോടും പറഞ്ഞു, നമ്മുടെ ടീച്ചേഴ്സിനോട് പറഞ്ഞു. ഒരാളെ കണ്ടു, കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. വഴിയില് സിഗ്നലിന്റെ അവിടെ വെച്ച് മോളും കൂടിയായിരുന്നോ ഉണ്ടായിരുന്നെ? സിമി കൂടെ ആയിരുന്നോ? യെസ്. അപ്പൊ ഞങ്ങള് പരസ്പരം മീറ്റ് ചെയ്തു. ഞാൻ വണ്ടിയിലും സിമിയോടെ പുറത്ത് വരുന്നത്. പെട്ടെന്ന് സിഗ്നലോടെ നമ്മള് ആരാന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മള് ചിരിക്കാണ്ട്, പക്ഷെ ആരാന്ന് മനസ്സിലാവില്ലല്ലോ. ഞാനും ചിരിച്ചു. വേറെ ക്ലാസ്സുകളൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ടേ, ഡിഗ്രി ഒക്കെ വേറെ ട്യൂഷനൊക്കെ ഉള്ളത് ഞാൻ അങ്ങനെയൊക്കെ ആരെങ്കിലും ആയിരിക്കോ എന്ന് ഇങ്ങനെ നോക്കി ചിരിച്ചു വന്നപ്പോഴേക്കും മാമിന്റെ ക്ലാസ്സിൽ ഞാനുണ്ടെന്ന് സിമി പറയുകയും ചെയ്തു. പെട്ടെന്ന് സിഗ്നൽ ഓണായി കൊണ്ടിരുന്നു പോയത്. എനിക്ക് ഭയങ്കര ഇതായി. നിർത്തി അങ്ങോട്ട് നീക്കി നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലും ആയിരുന്നില്ല. സോറി സിമി. നമുക്ക് നമ്മളുടെ കോൺവെക്കേഷൻ കാണുമ്പോൾ വിശദമായിട്ട് കാണാം. ആൻഡ് നിമ്മിയെയും കണ്ടു. നിമ്മിയുമായിട്ട് എന്താ പറയാ സംസാരിച്ചു. അഞ്ജലിനെയും കണ്ടിരുന്നു. അഞ്ജലിയെ എവിടെ വെച്ച്? അഞ്ജലിനെ എവിടെ വെച്ച് നമ്മൾ കണ്ടത്? പറയടാ. ഓഫീസിൽ വന്നപ്പോ ഓഫീസിൽ വന്നത് അപ്പൊ കണ്ടു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ല. ചേട്ടനില്ല. ഞങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നിങ്ങളെ അവിടെ വരുമ്പോഴേ ഇനി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കണപ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, നന്നായി പഠിക്കാം. മൊമെന്റം വാങ്ങിയപ്പോൾ അല്ലെ? ഓക്കെ. അഞ്ജലി വന്നിരുന്നു. എല്ലാവരെയൊക്കെ കാണണം. കാരണം നമ്മൾക്ക് കുറച്ച് നാളായി ഒരുമിച്ച് അല്ലെ? ഏകദേശം 1 വർഷത്തിന്റെ അടുത്ത് ആവാറാവും. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കാണണം. നന്നായി പഠിച്ച് നല്ല റിസൾട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും വരിക, നമുക്ക് കാണാം. എല്ലാവരെയും കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ വൺസ് അഗൈൻ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ലവ് യു ഓൾ. ഓക്കെ, കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസങ്ങളും ഓൾസോ അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണവും. ഓണത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പഠിക്കാനുള്ള കാര്യങ്ങളും കുറച്ചൊക്കെ സമയം കണ്ടെത്തി പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ഓണം ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഇത്രയും ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുതൽ നമ്മൾ കാണുന്നതാണ്. ഈ ഒരു ലാസ്റ്റ് ക്ലാസ് വരെ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പോകാൻ പറ്റി. അതുപോലെ നിങ്ങൾ നല്ല കുട്ടികളാണ്. സ്റ്റുഡൻസ് ആയിട്ടൊക്കെ കിട്ടിയതിലൊക്കെ വളരെ സന്തോഷം. ദൂരെ ഇരിക്കുന്ന നമ്മൾ തമ്മിൽ ഇത്രയും അടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഇതില് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റി. ഇതൊക്കെ എന്തൊക്കെയോ ഒരു നിമിത്തങ്ങളായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓക്കെ, ഞങ്ങളും മിസ് ചെയ്യും. ഞാൻ മിസ് ചെയ്യും. കാരണം നമ്മൾ കുറെ ക്ലാസ്സുകളിൽ ഞങ്ങളെ ഇങ്ങനെ വാദവരാതെ കേട്ടോണ്ടിരിക്കുന്നില്ലേ അല്ലെ? ഈ സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുന്നില്ലേ? ചിലർക്കൊക്കെ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവുമെന്നാവോ വീടുകളിലുള്ളവരെ. അവർക്ക് ക്ലാസ് ആവശ്യമില്ല, നിങ്ങൾക്ക് മാത്രമുള്ള ക്ലാസ് ആവശ്യമുള്ളേ. അപ്പൊ അപ്പുറത്ത് ചിലപ്പോ ഹസ്ബൻഡോ അല്ലെങ്കിൽ കുട്ടികളോ എന്താ ടീച്ചർ അടുത്ത് എന്തൊരു ഒച്ചയെന്നൊക്കെ പറഞ്ഞിപ്പോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരോടും കൂടിയാണ്. സോറി, സൗണ്ട് കൂടുതൽ ആളാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ചിലർക്ക് ഡിസ്റ്റർബൻസ് തോന്നിയിട്ടുണ്ടാകാം. അപ്പൊ അവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണോട്ടാ, ടീച്ചർ അങ്ങനെയാണ്, ടീച്ചറുടെ സൗണ്ട് ഇച്ചിരി കൂടുതലാണ്, ടീച്ചർ ഇച്ചിരി സംസാരിക്കുമ്പോൾ സ്പീഡിൽ സംസാരിക്കും. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു. നിങ്ങളെല്ലാവരും വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാം. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യും. സോ താങ്ക് യു.
ഓക്കെ, നന്നായി പഠിക്കാട്ടാ. ഓക്കെ മിസ്. ഓക്കെ സിമി, അഞ്ജലി എല്ലാവരും കാണണേ, എല്ലാവരും വരണേ. നിമ്മി എല്ലാവരും വരണം. എനിക്ക് നിങ്ങളുടെ മുഖം കാണണമെന്നുണ്ട്. മുഖം കാണാതെയാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ മാം അന്നെല്ലാ മിസ്മാരും ഇവിടെ ഉണ്ടാവില്ലേ കോൺവെക്കേഷൻ? അല്ലേ, ഓക്കെ മാം. ഓക്കെ ക്ലാസ് കഴിഞ്ഞോ? നമ്മുടെ ക്ലാസ് കഴിഞ്ഞു എന്നാ തോന്നിട്ട് ഇന്നത്തും കൂടി ഉള്ളൂ. ഇല്ലട്ടാ, ക്ലാസ് കഴിഞ്ഞില്ല. തിങ്കളും ചൊവ്വയുണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എന്നാ തന്നിരിക്കുന്നേ? 8-ാം തീയതി തുടങ്ങിയാണ്. ആ, അപ്പൊ തിങ്കളും ചൊവ്വയും ക്ലാസ് ഉണ്ട്. തിങ്കൾ ചൊവ്വ മീൻസ് ബുധനാഴ്ച ഇവിടെ സെലിബ്രേഷൻ ആണ്. എനിക്ക് തോന്നുന്നത് ബുധനാഴ്ച തുടങ്ങി ക്ലാസ് ഉണ്ടാവില്ല. പറയും, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. മൺഡേ ട്യൂസ്ഡേ ക്ലാസ് ഉണ്ട് കേട്ടോ. റോസ് ടീച്ചറിന്റെ വാച്ചിട്ട് തീരാനില്ല. ഇന്നത്തെ ക്ലാസ് ഇന്ന് ഇവിടെ തീർന്നു, കാരണം നമ്മുടെ എടുക്കാനുള്ള ടോപ്പിക് തീർന്നല്ലോ. ഓക്കെ, മൺഡേ ട്യൂസ്ഡേ കൂടി ക്ലാസ് ഉണ്ട്. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ മാം, താങ്ക് യു.